ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എണ്ണ ഉപയോഗിക്കാതെ നമുക്കത് ചിക്കൻ റെഡിയാക്കി എടുക്കാം. അപ്പം എണ്ണ ഒട്ടും ഇല്ലാണ്ട് തന്നെ എണ്ണയുടെ ചെറിയൊരു അംശം മാത്രം ചേർത്ത് നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അത് നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ ഉണ്ട്. വലിയ പീസാണ്, അത് മാത്രമേ നാടൻ കോഴിയുടെ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഞാനതുകൊണ്ട് തന്നെ വലിയ പീസായിട്ട് തന്നെ എടുത്ത്, ചെറിയ പീസ് നോക്കിയാൽ കട്ട് ചെയ്ത് തന്ന അതേ പീസായിട്ട് തന്നെ എടുത്തത്. അപ്പം ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തോന്നി കിട്ടിയാൽ നമുക്ക് ഫുള്ള് വെള്ളത്തിൻ്റെ ഒരു മയം ഒരുപാടായി കഴിഞ്ഞാൽ മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മസാലയൊക്കെ ചേർത്തിട്ട് ഞാനൊരു 3 സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് എരിയില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ അത്ര ഇട്ടത് കേട്ടോ. 3 സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട്, ഒന്നല്ല കേട്ടോ, 1.5 ഇട്ടോ, ചിലപ്പോൾ എരി കൂടിപ്പോയില്ല. പിന്നെ നമുക്ക് ചിക്കൻ മസാല ഇടാം. ചിക്കൻ മസാല ഞാൻ ഇച്ചിരി അങ്ങ് ഇടുകയാണ് തട്ടി. എന്നിട്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വിനാഗിരിയാണ് ഒഴിക്കേണ്ടത്. വിനാഗിരി ഒഴിച്ചു. വിനാഗിരി ഒഴിക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി നാടൻ ചിക്കൻ അല്ലേ, അപ്പോൾ അപ്പോഴും അത് നല്ല ഇതായിപ്പോവും, എന്താ പറയുക, വേവാൻ കുറച്ച് താമസം വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് വിനാഗിരി ഒഴിക്കാമെങ്കിലുണ്ടല്ലോ കുറച്ച് നേരം നമ്മൾ വെച്ചിരിക്കുമ്പോൾ ഇതിനകത്ത് പിടിച്ചിട്ട് പെട്ടെന്ന് വേകുകയും ചെയ്യും. അധികം ഒരുപാട് പുളിപ്പുള്ള തൈര് ഒഴിച്ച് നമുക്ക് ചിക്കന് ഭയങ്കര പുളിപ്പായിപ്പോകും കേട്ടോ. അപ്പോൾ കുറച്ച് തൈര് ഒഴിച്ച് പിന്നെ ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, ഇതെല്ലാം നമുക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴും നമ്മൾ എന്താ പറയുക, ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ തൈരും ഇത് ചേർത്തേന്ന് പറഞ്ഞാൽ അപ്പോഴും നമ്മൾ മസാല എല്ലാം റെഡിയാക്കി തരുന്നത്. ഞാൻ ചേർത്തത് കോൺഫ്ലവർ 3 സ്പൂണ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി. 3 സ്പൂൺ ചേർത്തെന്ന് പറഞ്ഞാൽ അധികം എരിയില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, തൈര്, ഉപ്പ്, ഇത്ര ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഞാനാണെങ്കിൽ ഇത് ചിക്കനുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് എടുത്ത് വെച്ചിരുന്ന ചിക്കൻ കഴുകി വൃത്തിയാക്കുന്ന ചിക്കനൊന്ന് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. കുറച്ചൊരു 1/2-3 മണിക്കൂർ ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ചിരുന്നിട്ട് പിന്നീട് എടുത്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴും നമ്മുടെ ചിക്കൻ ഇവിടെ അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നല്ല മസാലയെല്ലാം നല്ലോണം ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ പിടിച്ച് ചിക്കനൊന്ന് സെറ്റായിട്ടുണ്ട്. ദോശക്കല്ലിൽ തേക്കുന്ന എണ്ണയുടെ അത് വെച്ചിട്ടാണ് കേട്ടോ. നല്ലോണം ഒന്ന് സൈഡിലെല്ലാം ഒന്ന് തേച്ച്, എന്താണെന്നറിയോ, അല്ലെങ്കിൽ ഇതിൻ്റെ മസാല എല്ലാം കയറി ഇതിനകത്ത് പിടിക്കും. ഓക്കെ, ചിക്കൻ എല്ലാം ഒന്ന് ഇതിനകത്തോട്ട് പറക്കി വെക്കാം. ഓക്കെ, നല്ല കട്ടിയുള്ള പീസ് തന്നെ അടുക്കിയിരിക്കട്ടെ കേട്ടോ. എല്ലാം ഒന്ന് പറക്കി വെച്ച് നമുക്കൊന്ന് അടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല പുഴുങ്ങിയെടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വേവും കേട്ടോ. നമ്മൾ വിനാഗിരിയും തൈരും ഒക്കെ ഇടുന്നത് കാരണം അതിൽ തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം പറ്റിയിട്ട് അത് പാത്രം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ഇതൊന്ന് വെന്ത് സെറ്റായിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ പുറത്ത് നല്ല പച്ചമുളകും കറിവേപ്പിലയൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ അതൊന്ന് വാടി അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങളെടുത്ത് കഴിക്കാറുണ്ട്. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് അത് ഫുഡ് എടുത്ത് കഴിക്കാം. ഞങ്ങൾക്ക് അങ്ങനെ നൈറ്റ് ചപ്പാത്തിയും ഇതായിരുന്നു. പക്ഷേ ചപ്പാത്തി വേസ്റ്റായിപ്പോയി, ആരും കഴിച്ചില്ല. ചിക്കൻ മാത്രമാണ് കുട്ടികൾ ഹസ്ബൻഡൊക്കെ കഴിച്ചത്. എല്ലാവർക്കും ഓയിലി അല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അപ്പോൾ താങ്ക് യു. നിങ്ങളും ട്രൈ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് വരിക.